ഒരാളെ നമ്മൾ വേറെ കൊടുക്കണമല്ലോ. ഹോസ്പിറ്റലിൽ ചെന്നു. അവർ ഇത് വീൽ ചെയർ ആയിട്ടൊക്കെ വന്നു. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് വീൽ ചെയറൊന്നും വേണ്ട, ഞാൻ നടന്നു വന്നോളാമെന്ന് പറഞ്ഞ് ലിഫ്റ്റിൽ കയറി നടന്ന് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായി. റൂമിലേക്ക് ചെന്നു, കയറി വീണ്ടും ശ്വാസം മുട്ട് തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മൾ ഡോക്ടർമാരും കുറേ നേഴ്സുമാരും ഒക്കെ ഓടി വന്ന് ഓക്സിജൻ സിലിണ്ടറൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഐ സിയുലേക്ക് വിടുക. ആ ഐ സിയുയിൽ പോയത് 25 ദിവസം ഐ സിയിൽ കിടന്നു. പിന്നെ ഓരോ ദിവസം കൂടുതൽ പിന്നെ പിന്നെ അനക്കണമൊന്നുമില്ല. അപ്പോൾ ഈ ദേഷ്യം ഒന്നാമത്തെ അങ്ങോട്ട് കാലൊക്കെ വന്ന് വീർത്തു. അവർ ഒരേ ദിവസം പറയണത് ഇന്ന് 10ആയി, പിന്നെ 25ആയി. അപ്പോൾ അവർക്കറിയാൻ രക്ഷയില്ലാന്ന്. അവരതൊന്നും പറഞ്ഞില്ല. മാക്സിമം അവിടെ ഇട്ട് ചെയ്യാവുന്ന ഡയാലിസിസ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇത് കിഡ്നിയെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡയാലിസിസ് തുടങ്ങി. പിന്നെ വെന്റിലേറ്ററിൽ ഇട്ടു. അന്നേരമൊക്കെ അവള് ബോധാവസ്ഥയിലാണോ? ആ ബോധാവസ്ഥയിലായിരുന്നു അവസാന നേരം വരെ. ഡോക്ടർ പറഞ്ഞിരുന്നു എന്നോട് ബോധം പോകും എന്ന് പറഞ്ഞിരുന്നു. അവൾക്കൊരു ബോധവും പോയില്ല. അവളോട് രാത്രി 10 മണി വരെ ഞാനിരുന്ന് സംസാരിക്കണം. അപ്പം ഐ സിയുയിൽ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വേറെ ആരെയും കയറ്റില്ല, അവർ കാലത്ത് ഒരു പ്രാവശ്യം കയറ്റി കാണിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഐ സിയുയിൽ കയറി അവളുമായിട്ട് 10 മണി വരെ ഇരുന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ എന്ന് പറഞ്ഞ് ഇനി ഇരിക്കേണ്ട, റൂമിലേക്ക് പൊക്കോ. അവിടെ ഐ സി യു കിടക്കുന്നവർക്ക് റൂം പോലും കൊടുക്കൂല. ആ നമ്മളവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കണം. ഈ 25 ദിവസം ഇരിക്കേണ്ടി വരും. അത് പക്ഷെ നമുക്ക് പ്രിഫറൻസൊക്കെ അവർ തന്നു. അതുകൊണ്ട് റൂം തന്നായിരുന്നു. ഞാൻ റൂമിലേക്ക് പൊക്കോന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ നേഴ്സിനോട്, അപ്പോൾ ഒരു ബെഡിന് ഒരു നേഴ്സ് വെച്ചിട്ടുണ്ട്. ആ നേഴ്സിനോട് ഇങ്ങനെ കഥ പറഞ്ഞ് കനകസിംഹാസനം പടത്തിൽ പോയ കഥയാണ് പറയണേ. പറഞ്ഞ് കണ്ണടച്ച്. അപ്പോൾ ഇവർ റൂമിലേക്ക് വിളിച്ചു. അതൊന്നും പിന്നെ എനിക്ക് ഓർമ്മയില്ല. അവിടെ ചെന്ന് കണ്ടിട്ട് പിന്നെ എനിക്ക് ഒരു കാര്യം ഓർമ്മയില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വന്നു, റിലേഷൻസൊക്കെ വന്നു, രാഹുൽ വന്നേക്കണു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു ഡൗട്ട്. അപ്പോഴും തന്നെ ഇവർ പറയും ഞങ്ങൾ ഇതികൾ പോയപ്പോൾ കയറിയതാ മറ്റേതാ മറിച്ച്. അപ്പോൾ എനിക്ക് ടൈം പോലും അവരെന്നെ കാണിക്കണില്ല രാത്രിയാണെന്നൊന്നും. അങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെന്ന് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് അവിടെ കിടത്തി ഞാൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് എനിക്ക് അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു ഒരു ഓർമ്മ വീഴാൻ. അവള് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു? ഭക്ഷണം കഴിക്കില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അപ്പോൾ ഈ പോകുന്നതിൻ്റെ തലേ ദിവസം ഡോക്ടറോട് ഞാൻ പറഞ്ഞു, അല്ല ഇത് ക്യാൻറ്റീൻ്റെ മാനേജറുണ്ട്, പിന്നെ ഞാൻ വിളിച്ചു, എനിക്ക് കേഡേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കുറച്ച് നട്ട്സൊക്കെ ഇട്ടൊരു ജ്യൂസ് ഒടിച്ച് കൊണ്ടുവരാം. ഒന്നും കഴിക്കാഞ്ഞിട്ടും കൂടിയാണ് അധികം. പിന്നെ ഈ കേഡേഴ്സ് നല്ലോണം ഇതൊക്കെ ആയിട്ട് പോംഗ്രാനൈറ്റൊക്കെ ഇട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയി. അത് കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു. ഒരു സ്പൂൺ പോലും ഞാൻ കൊടുത്തിട്ട് കഴിച്ചില്ല. അപ്പൊ രാഹുലും നിർബന്ധിക്കില്ലേ? രാഹുൽ പറഞ്ഞിട്ട് കേക്കില്ലേ? അല്ല, രാഹുൽ പറഞ്ഞാലും കേൾക്കില്ല. രാഹുൽ പറഞ്ഞാലും ഭേദം രാഹുലിനോട് ഒച്ചെടുക്കും. രാഹുൽ പറഞ്ഞാലും ഭേദം ഞാൻ പറയുകയാണ്. ആണോ? അമ്മയെ എനിക്ക് പറ്റാഞ്ഞിട്ടല്ലേ അമ്മയെ കഴിക്കാത്തതെന്ന് പറയും. അപ്പോഴത്തേക്കും എല്ലായിടത്തും ഒക്കെ കയറി പിടിച്ചു. പിന്നെ ലിവർ, അവർ പറയുന്നത് ലിവർ മാറ്റണമെന്ന്. ഞാൻ അന്നേരം എൻ്റെ ചിറ്റയുടെ മോളെ കണ്ട് ഇത് പറഞ്ഞേച്ചു ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ലിവർ മാറ്റണമെന്ന് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വരാം ആൻറ്റി, ഞാനിപ്പോൾ തന്നെ വരാം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനോടും പിള്ളേരോടും ഒക്കെ ചോദിക്കണ്ടേ? വേണ്ട, എൻ്റെ അടുത്ത് നിന്നാണ് ആ കുട്ടി പഠിച്ചതും കല്യാണം കഴിഞ്ഞ് പോയതും ഒക്കെ എൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആരോടും ചോദിക്കണ്ടെന്ന് പറഞ്ഞു വന്നു. അവരും അപ്പോൾ ഇത് മാറ്റണമെന്ന് പറയുമ്പോൾ അവരുടെ മകനും പറഞ്ഞു ഞാൻ കൊടുക്കാം ചേച്ചിക്കെന്ന് പറഞ്ഞു. പിന്നെ ഇവള് വന്നിട്ട് ഇവള് ഹോസ്പിറ്റലിൽ ജോലിയുള്ള ആളാണ്, ആയുർവേദ ഹോസ്പിറ്റലിൽ പുതിയാവ്. അപ്പോൾ ഇവള് വന്ന് ഇവളുടെ കംപ്ലീറ്റ് ടെസ്റ്റും കഴിഞ്ഞു. ഞങ്ങൾക്ക് നാളെയോ മറ്റന്നാളോ ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴും ഈ ശ്വാസം മുട്ടാണ് പ്രശ്നമായത്. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പേടി. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ക്യാഷും വേണമല്ലോ. അപ്പം വീട്ടിലേക്ക് ഒരാളോട് ക്യാഷ് എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞ് അത് മേടിച്ചുകൊണ്ട് ഞാൻ, അപ്പോൾ മോനും മരുമോളും കൂടി റൂമിൽ നിന്നു. അപ്പം ഞാനത് മേടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നു, ഇവിടെ ഒന്ന് വേഗം വരണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം 4:30, ഞാൻ പറയും 4 മണിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു 4:30 ആവും അവിടെ എത്തുമ്പോഴത്തേക്കെന്ന് പറയും. 4:30 ഞാൻ ചെന്നപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് എല്ലാം കൂടിയിരിപ്പുണ്ട്. അവരെന്നോട് പറഞ്ഞു ഇപ്പം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവളുടെ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് പേപ്പേഴ്സ്, അതായത് 101 പേപ്പർ വെച്ചിട്ട് 7 ഫയൽ വേണം.
107 ഫയലാണെന്ന് എനിക്ക് തോന്നുന്നു. പല ഇങ്ങനെ MLA MP അങ്ങനെ ഒത്തിരി പേര്. സുരേഷ് ഗോപിയൊക്കെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ജോർജിൻ്റെ മകൻ്റെ പേര് ഹൈബിയാണ്. ഹൈബീഡൻ. ഹൈബിയാണോ? ഹൈബീഡൻ ഡൽഹിയിൽ നിന്ന് വന്നു, ഒപ്പിട്ട് കൊടുത്തു. ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ പേപ്പറെല്ലാം ശരിയാക്കി. രാത്രി മുഴുവൻ രാഹുലും മോനും കൂടി കിടന്ന് ഓടി പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി. 7 ഫയലും റെഡിയാക്കി. 7 ഫയലിൽ ഒരെണ്ണം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ബാക്കി അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കണം. അപ്പോൾ ഒത്തിരി നമ്മുടെ ഇവിടെയുള്ള MLA DGP അവരൊക്കെ ഈ സുബിയുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാലോ. പിന്നെ സുരേഷ് ഗോപിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ചെയ്യാനുള്ളതെല്ലാം റെഡിയാക്കി. അപ്പോഴും ഇവർക്ക് ചെയ്യാൻ ധൈര്യമില്ല. കാരണം ഈ ശ്വാസം മുട്ട് നിൽക്കണേ കൊണ്ട് വല്ല ഓപ്പറേഷൻ ടേബിളിൽ വല്ലതും സംഭവിച്ചാലോ, അതുകൊണ്ട് കുറച്ച് ആദ്യം മാറട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അവർക്കറിയായിരുന്നു അന്ന് പോകുമെന്ന്. പക്ഷെ അത് നമ്മളോട് പറയാൻ കഴിയില്ലല്ലോ. എന്നാലും പറഞ്ഞു. അല്ല ആന്റി, ചിലര് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ അനാസ്ഥ അവരുടെ ശരിക്കും ഉള്ള ഇത് കാരണം അങ്ങനെ കുറെ ഇഷ്യൂസ് സംഭവിച്ചു എന്നൊക്കെ. അത് അതിലൊക്കെ കുറച്ച് കാര്യമുണ്ടോ? ചാനലുകൾക്ക് അതിന്റെ അങ്ങനെ കുറെ കേട്ടിരുന്നു. കാരണസഹിതം പറയണ്ടായി. ചില ചാനലുകളൊക്കെ പറയണ്ടായി. പക്ഷെ അത് എനിക്ക് ഡോക്ടേഴ്സിനെ കുറിച്ചൊന്നും അവിടെ വലിയ കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല. നമുക്കറിയില്ല. പിന്നെ അവിടുത്തെ മാനേജ്മെന്റും ഒക്കെ ആയിട്ട് ഞാൻ അവസാനം ഒരിത്തിരി പ്രശ്നമുണ്ടായി. അത് വേറെ ഒന്നുമില്ല. അത് ഒരു ഗ്യാസിൻ്റെ പ്രശ്നം. അത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അവിടെ ഡോക്ടേഴ്സിനെ കുറിച്ചൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല. അപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അടിയിൽ എല്ലാവരും എഴുതണ്ട്, നിങ്ങൾക്ക് ഫിലിപ്പകസിനെ അവിടെ കാണായിരുന്നില്ലേ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നല്ലോ കാണാൻ. എന്നാൽ ഫിലിപ്പകസിനെ ഞാൻ കാണണേ. എനിക്കിതൊന്നും അന്നേരം തോന്നിയില്ല. അവിടെ അവർ കുറേ ഡോക്ടർമാരുണ്ട്. പിന്നെ എൻ്റെ നെയ്ബറായിരുന്നു ഒരു ഡോക്ടറുണ്ട്, രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളി അമൃതയിലായിരുന്നു. അപ്പോൾ ആദ്യം ഒരു അമ്മയുടെ അനിയത്തി ഒരു കൊച്ചിന് കരൾ കൊടുത്തൊക്കെ ഭയങ്കര വാർത്തയൊക്കെ ആയില്ലേ. അന്നേരം ഈ രാമേന്ദ്രൻ സാറിൻ്റെ ഒക്കെ ഫോട്ടോ അവിടെ ഉണ്ടായി. എൻ്റെ നെയ്ബറും ആയിരുന്നു. അപ്പോൾ ആ പുള്ളിയൊക്കെ ഉണ്ട്. എനിക്കതിന് വലിയ കുഴപ്പം തോന്നിയില്ല. അവസാനം അവർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കാം. എവിടെ കൊണ്ടുപോകാനാ? വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾ ദേഹം മുഴുവൻ തുളച്ച് അവിടെ ഇവിടെ കെട്ടിയേക്കണ്. എന്നെ ഞാൻ പറയും, ഇല്ല എനിക്ക് വിശ്വാസമാണ്, എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിർത്തിയത്. അപ്പം അവൾ അറിഞ്ഞിട്ടില്ല അവള് പോയ കാര്യം? അങ്ങനെ പോകുന്നവർക്ക് തോന്നിയിട്ടില്ല. അവള് സംസാരിച്ച ഈ പറയണ പോലെ കഥ പറഞ്ഞിരുന്ന വഴി അവളങ്ങ് ബോധം കെട്ട് പോയതിൽ കണ്ണടഞ്ഞു പോയി. പിന്നെ അവള് കണ്ണ് തുറന്നിട്ടില്ല. അവൾ അറിഞ്ഞിട്ടില്ല അവളുടെ മരണം. ഇല്ല കഥ പറഞ്ഞു. അവൾക്ക് ആ ലാസ്റ്റ് നമ്മള് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്തും എനിക്ക് ഇത്രയും ക്രിട്ടിക്കലാണ്, ഞാൻ ഇനി ഇതാവാൻ പോണു എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഇല്ല എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മൾ ഇത്രയും കാശ് ചെലവാക്കണു, അവർ പറയണത് കേട്ടണു, എല്ലായിടും കുറേ ഡോക്ടർമാർ വന്ന് നോക്കണു. അപ്പം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനും മോനും ഒക്കെ കുറച്ചറിയായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് പോലും മനസ്സിലായില്ല. ഞാൻ അന്നേരം ചെന്നിരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും എന്നോട് തലേദിവസം ഒരു കുറ്റബോധം പോലെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവസാനമായപ്പോൾ അമ്മ പറഞ്ഞാലൊക്കെ കേൾക്കാണ്ടായല്ലേ, അതൊക്കെ ഞാൻ ഈ അനുഭവിക്കണേന്ന് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല മോനെ, അതൊക്കെ ഒരു സാധാരണ വീട്ടിലുള്ളതല്ലേ, ഭക്ഷണം കഴിക്കണേനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവൻ. അല്ലാതൊക്കെ സാധാരണ വീടുകളിലുള്ളതല്ലേ, മോനൊന്നും നമ്മോട് ചെയ്തിട്ടില്ല. അവൾ എന്താ ഇങ്ങനെ ഭക്ഷണം എല്ലാരും പറയണ്ട, അവള് ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നില്ല, അത് കഴിക്കാൻ തോന്നാഞ്ഞിട്ടാണ്, അവൾക്ക് വിശപ്പില്ലേ? ഒന്നാമത്തെ എണീറ്റ് വരുമ്പോൾ 12 മണി, ആദ്യമൊക്കെ 12 മണി, പിന്നെ ആയപ്പോൾ 2 മണി 3 മണിയൊക്കെ കഴിച്ചു. ഞാൻ ചെന്ന് വിളിച്ചാൽ ഒച്ചയെടുക്കും. അവളുടെ സ്വഭാവം അറിയാലോ, കുറച്ചൊക്കെ ഒരു ഇത്. അപ്പോൾ ഞാൻ ചെന്ന് വിളിച്ചാൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ കൊച്ചിനെ ഭയങ്കര ഇഷ്ടം. അവളെ പോലെ തന്നെ ഇരിക്കണേ. അപ്പോൾ കൊച്ചിനെ കയറ്റി വിട്ടിട്ട് കൊച്ച് വാതിലെ കിടന്ന് ഇടിക്കുമ്പോൾ അവൾ എഴുന്നേറ്റ് കൊച്ചിനെ എടുത്തുകൊണ്ടങ്ങ് പോകും. അന്നേരം പിന്നെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നത് ഒത്തിരി പ്രശ്നമായി. ഹോസ്പിറ്റലിൽ കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഇവർ മോളും വരുമ്പോഴും കൂടി എന്താ വേണ്ടേ നിനക്ക്, സാൻഡ്വിച്ചോണോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം വാങ്ങിച്ചോ, അല്ലെങ്കിൽ ഉണ്ടാക്കി, അവൾ കഞ്ഞിയും പയറും വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. ഇതൊക്കെ റൂമിൽ വെച്ചേക്കുള്ളൂ, റൂമിൽ നിന്ന് താഴോട്ട് പറഞ്ഞില്ല, അത് കഴിച്ചിട്ടുമില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അങ്കിള് പറഞ്ഞാലും അവള് കേൾക്കില്ലായിരുന്നോ? ഭക്ഷണം കഴിക്കാൻ ഫുഡിന്റെ കാര്യത്തിൽ കേൾക്കില്ല, ആരും കേൾക്കൂല. അപ്പൊ എന്തെങ്കിലും വിഷമം ഉള്ളിലുണ്ടായിരുന്നായിരിക്കും, വേറെ വിഷമല്ല, ഭക്ഷണം കഴിക്കാൻ മേലാത്ത എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കും. കൊറോണ വന്നേ പിന്നെയാണ് ഇങ്ങനെ ആയത്. കൊറോണ വന്നവർക്കൊക്കെ ഇങ്ങനെ ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടായിരുന്നല്ല, അതിൻ്റെയാണ്. അന്നേരം അവർ പറഞ്ഞു അറ്റാക്കാണ് എന്ന് പറഞ്ഞു. അത് ഇത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്യാണ്ടിരുന്നത്. കുട്ടിപ്പട്ടാളം എന്ന പരിപാടി നമ്മൾ എല്ലാവരും ഇപ്പോഴും ഓർക്കുന്ന ഒരു പരിപാടിയാണല്ലേ. കുട്ടികളുടെ തമാശകളും കുട്ടിത്വവും ചിരിയും ഒക്കെയായി സുബി നമ്മുടെ മുന്നിലെത്തിയ ഒരു പരിപാടിയായിരുന്നു അത്. സുബി സുരേഷ് എന്ന അവതാരക
ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒക്കെ നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിന്ന നിമിഷങ്ങൾ. എന്നാൽ പെട്ടെന്നൊരു ദിവസമാണ് സുബി സുരേഷ് എന്ന അവതാരകയെ, നടിയെ, കോമഡി ആർട്ടിസ്റ്റിനെ നമുക്ക് നഷ്ടമായത്. എന്താണ് സുബിക്ക് സംഭവിച്ചത്, പെട്ടെന്ന് എന്ത് പറ്റി എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അതേസമയം സുബി വളരെ വർഷങ്ങളായി തന്നെ ഒരു അസുഖത്തിന്റെ പിടിയിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പെട്ടെന്നൊരു ദിവസം അസുഖം കൂടുകയും മഞ്ഞപ്പിത്തം വരികയും പിന്നീട് അഡ്മിറ്റ് ആവുകയും ചെയ്ത സുബി പിന്നീട് ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. താൻ മരിച്ചത് പോലും അറിയാതെ സംസാരിച്ചു കൊണ്ടിരുന്ന സുബി കണ്ണടഞ്ഞു പോയി പിന്നീട് മരണത്തിലേക്ക് പോവുകയായിരുന്നു. താൻ അവസാനിക്കാറായി, തന്റെ ജീവിതം അവസാനിച്ചു എന്ന് പോലും മനസ്സിലാക്കാതെയാണ് മരണത്തിന് സുബി കീഴടങ്ങിയത്. ഇപ്പോൾ സുബിയുടെ മരണത്തിനെ പറ്റിയും ആശുപത്രി അധികൃതരുടെ അനാസ്ഥയെ പറ്റിയും അങ്ങനെ കുറെ കാര്യങ്ങളെ പറ്റിയും ഒക്കെ സുബിയുടെ അമ്മ തുറന്നു പറയുകയാണ്. സുബി ആഹാര കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പല സാധനങ്ങളും വേണം എന്ന ആഗ്രഹം പറഞ്ഞ് വാങ്ങി അത് ഹോസ്പിറ്റലിലാണെങ്കിൽ മുറിയിൽ അങ്ങ് വച്ചേക്കും. വീട്ടിലാണെങ്കിൽ ഫോൺ വിളിച്ചാലോ അല്ലെങ്കിൽ കതകിൽ മുട്ടി ആഹാരം കഴിക്കാൻ വിളിച്ചാലോ വളരെ വലിയ ദേഷ്യമാണ്. അപ്പോൾ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയെ പറഞ്ഞു വിടും. ആ കുട്ടിയും എടുത്തുകൊണ്ട് സുബി അങ്ങ് അകത്ത് പോകും, കളിപ്പിക്കും. അത്ര തന്നെയാണ് ചെയ്യുന്നത്. ആഹാരം കഴിക്കാനൊക്കെ സുബിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സുബി മരിച്ച ശേഷം മുറിയിൽ ചെന്നപ്പോഴാണ് മരുന്നുകളൊന്നും പൊട്ടിക്കാതെ സ്റ്റേപ്ലർ പിന്ന് പോലും മാറ്റാതെ വച്ചിരിക്കുന്നത് അമ്മ കണ്ടത്. മരുന്നുകളൊന്നും കഴിക്കാതെ, ആഹാരമൊന്നും കഴിക്കാതെ സുബി കഴിയുകയായിരുന്നു. വിവാഹം കഴിക്കാനിരുന്ന രാഹുൽ വന്ന് പറഞ്ഞാൽ പോലും രാഹുലിനോട് ദേഷ്യപ്പെടും. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ ശേഷം രാഹുലും വന്ന് നിർബന്ധിക്കും. രാഹുൽ നിർബന്ധിക്കുമ്പോൾ ഭയങ്കരമായ രീതിയിൽ ഒച്ചയെടുക്കുമായിരുന്നു സുബി. ആഹാരം കഴിക്കാനൊക്കെ ആര് പറഞ്ഞാലും ദേഷ്യപ്പെടും. ആഹാരം കഴിക്കാനൊക്കെ സുബിക്ക് വലിയ പാടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. സുബിയെ ചികിത്സിക്കാൻ ലക്ഷങ്ങൾ വേണ്ടി വന്നു. സുബി ഉണ്ടാക്കിയ അത്രയും ലക്ഷങ്ങളൊന്നുമല്ല അത്. താനും തന്റെ ഭർത്താവും കൂടി റിയൽ എസ്റ്റേറ്റ് ചെയ്ത് നേടിയ പണമാണ് സുബിക്ക് വേണ്ടി ചെലവാക്കിയത്. അതിൽ ഒരു കുറ്റബോധവുമില്ല. ഇപ്പോൾ 53,000 രൂപ ലോൺ അടയ്ക്കുന്നുണ്ട്. കാറിനും വീടിനും എല്ലാം കൂടി ചേർന്ന് വലിയൊരു ലോൺ അടയ്ക്കാനുണ്ട്. 11 വീടുകളോളം തങ്ങൾ അവസാന നിമിഷം വിറ്റു എന്നും സുബിയുടെ അമ്മ പറയുന്നുണ്ട്. ആശുപത്രിയിൽ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു, തന്റെ മകളുടെ അവസാന നിമിഷങ്ങളെ കുറിച്ച് കണ്ണ് നിറഞ്ഞു പറയുകയാണ് ഇന്ന് സുബിയുടെ അമ്മ.